Hi, welcome to my Vartamanam series where I'll be doing some Vartamanam and some life experiences because I'm growing old. ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നീറ്റിൻ്റെ റിസൾട്ടൊക്കെ വന്നിട്ട് കുറേ ആൾക്കാർക്ക് മാഷാഅല്ലാ ഭയങ്കര സന്തോഷത്തിലാവും. അതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ നല്ല പതച്ച് നിൽക്കുക റിസൾട്ട് കണ്ടിട്ട്. ഒന്നെങ്കിൽ അവർ വിചാരിച്ചതിനെക്കാട്ടും കൂടുതൽ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. വിചാരിക്കാതെ മാർക്ക് എത്ര വേണമെങ്കിലും ഏത് പഠിച്ചിട്ടും പഠിക്കാതെയും നിൽക്കുന്ന രണ്ട് ടൈപ്പ് ആൾക്കാരുണ്ടായിരുന്നു. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയിൽ ഐ ആം ഗോയിങ് ടു എക്സ്പ്ലെയിൻ. നിങ്ങൾ പല ടൈപ്പ് വീഡിയോകളും കണ്ടിട്ടുണ്ടാവും. ആസ് എ നീറ്റ് ആസ്പിറൻറ്റ് മൈ സെൽഫ് ഞാൻ തന്നെ കുറേ വീഡിയോകൾ കണ്ടിരിക്കുന്നത് നീറ്റിൽ 720, 701, 715, 720 മാർക്ക് അങ്ങനെ കിട്ടിയ കുറേ സക്സസ് സ്റ്റോറികൾ കുറേ കണ്ടിട്ടുണ്ടാവും. ദിസ് ടൈം ഐ ആം ഡൂയിങ് മൈ നീറ്റ് എക്സ്പീരിയൻസ് ആസ് എ ഫെയിലിയർ. ഒരു നീറ്റ് എഴുതി തോക്കുക എന്ന് പറയാൻ പറ്റൂല, എന്നാലും കിട്ടിയ മാർക്ക് വെച്ചിട്ട് ഒന്നും കിട്ടൂല എന്നുള്ള ഒരു അതായത് നീറ്റ് എഴുതി പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല. ആ ഒരു പോയിന്റിലെത്തി നിൽക്കണ എൻ്റെ എക്സ്പീരിയൻസ്, ഹൗ മൈ 1 year വെൻറ്റ്, ഹൗ എങ്ങനെയാണ് ഞാൻ ഈ നീറ്റിലേക്ക് എത്തിയത്, എന്തുകൊണ്ട് നീറ്റിലേക്ക് എത്തി, ആൻഡ് ദ ഹോൾ ജേർണി ത്രൂ ഔട്ട്. ആൻഡ് ലെറ്റ്സ് സ്റ്റാർട്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വൈ ഐ ചോസ് നീറ്റ് ആൻഡ് അതന്നെ വൈ ഐ ചോസ് നീറ്റ്. രണ്ടാമത്തത് ദ ഹോൾ ജേർണി. ഞാൻ 1 year റിപ്പീറ്റാണ് ചെയ്തത്, സൈലത്തിലാണ് ചെയ്തത്. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡിഫർമേഷൻ ആ പരിപാടികളൊന്നുമില്ല. ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എന്താണോ അതൊക്കെ പറയണുള്ളൂ, അല്ലാതെ ഇനി അതിൻ്റെ മേലൊക്കെ ഇട്ടിട്ട് വേണ്ട. പിന്നെ മൂന്നാമത്തത് ഒരു നീറ്റ് ഫെയിലിയറാണ് ഞാൻ. അപ്പോൾ പോസിബിളി വാട്ട് അഡ്വൈസ് ഐ കുഡ് ഗീവ് ടു ദ ന്യൂ ആസ്പിറൻസ്. എനിക്ക് കൂടുതൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റിയിട്ട് വലിയ ഐഡിയ ഒന്നും തരാൻ പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യേണ്ടാത്തത്, എന്ത് ചെയ്യരുത് എന്നുള്ള കാര്യത്തിൽ എന്തെങ്കിലും എനിക്ക് കുറച്ചെങ്കിലും ഒരു ഐഡിയ തരാൻ പറ്റും. ഐ ബിലീവ് ദാറ്റ് ആൻഡ് ഇറ്റ്സ് അപ് ടു യു ടു ടേക്ക് ദി അഡ്വൈസ് ഓർ നോട്ട്. എനിവേ എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ. ഓക്കെ, ഇനി ഫസ്റ്റ് പാർട്ട് വെച്ചിട്ട് തുടങ്ങാം. ഹൗ ഐ ഗോട്ട് ടു ദിസ് നീറ്റ്. ഇത് കഥ തുടങ്ങുന്നത് 10th class മുതലാണ്. 10th ക്ലാസ്സിൽ കേരള സ്റ്റേറ്റ് സിലബസ് പഠിച്ചിട്ട് ഫുൾ A+ വാങ്ങി. അത് എന്തോ മഹാസംഭവമാണ്, ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ സത്യമായിട്ട് വിചാരിച്ചു 10th class ഭയങ്കര സംഭവമായിരിക്കും, ഫുൾ A+ അധികമായിരിക്കും കിട്ടൂല, എനിക്ക് ഭയങ്കര പഠിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ഒരു കാലമുണ്ട്. അതാണ് 10th class ഫുൾ A+ കിട്ടിയത്. ആൻഡ് അത് ലൈഫിൻ്റെ ടേണിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞ് പറ്റിക്കപ്പെട്ടു. അത് വേറൊരു ചതി. അങ്ങനെ ഞാൻ +1 സയൻസ് എടുത്ത്. അത് 10th class ഫുൾ A+ കിട്ടിയോണ്ട് മാത്രമല്ല, എനിക്ക് അത്യാവശ്യം സയൻസിനോടായിരുന്നു കുറച്ചും കൂടി താല്പര്യം, മോർ ദാൻ കൊമേഴ്സ് അങ്ങനത്തെ ഫീൽഡിനെ കാട്ടി. അങ്ങനെ 8th class മുതൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ മറ്റേ അങ്ങനെ 8th class തൊട്ട് നമ്മൾ ഹൈസ്കൂളിൽ കയറുന്നപ്പോൾ മുതൽ നമ്മൾ റിയലൈസ് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഈ ഡോക്ടർമാർക്കാണ് കൂടുതൽ സാലറി കിട്ടുന്നത്, ഡോക്ടർമാരാണ് ഏറ്റവും കൂടുതൽ പൈസക്കാരാവണത്, ഈ ഡോക്ടർമാർക്കാണ് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ഉള്ളത്. ഇതൊക്കെ ശരിയാവാം, ചിലപ്പോൾ ആവാം, ചിലപ്പോൾ ആവില്ലായിരിക്കാം. റെസ്പെക്റ്റിൻ്റെ കാര്യം എന്തായാലും ഉറപ്പാണ്, സാലറിൻ്റെ കാര്യം എനിക്ക് എന്തായാലും അറിയില്ല, ബിക്കോസ് ഐ എം നോട്ട് എ ഡോക്ടർ, യുനോ. ഓക്കെ, അപ്പോൾ മുതലേ എൻ്റെ ഒരു ഐഡിയയിൽ എന്താ വെച്ചാൽ 6th class മുതൽ ഓക്കെ കരിയർ ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ, അത് മാത്രമേ ഉള്ളൂ. അങ്ങനെ 6 കഴിഞ്ഞ് 7 കഴിഞ്ഞ് 8 കഴിഞ്ഞ് 10 കഴിഞ്ഞ് 10ൽ ഫുൾ A+ കിട്ടി, സയൻസ് എടുത്തു. സയൻസ് എന്ന് വെച്ചാൽ +1 എത്തുമ്പോൾ ഞാൻ പിന്നെ വേറെ കരിയർ ഓപ്ഷൻസിനെ വെച്ച് 10th class ഫുൾ A+, +1 ഫുൾ A+, ഇനി നീറ്റൊക്കെ ഇതൊക്കെ സിമ്പിളായിട്ട് എഴുതിയെടുക്കാൻ പറ്റുക എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞാൻ എന്ത് ചെയ്തു, വേറെ കരിയർ ഓപ്ഷൻസിനെ പറ്റി ഒന്നും തിരയാതെ, ഓൾറെഡി മീൻസ് നല്ലൊരു കരിയർ ഓപ്ഷൻ ആണല്ലോ ഞാൻ ഇപ്പോൾ തിരഞ്ഞെടുത്തത്, അപ്പോൾ വേറൊരു ഓപ്ഷൻക്ക് തിരിയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേറെ ഒന്നിനെ പറ്റി ആലോചിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്ത്, നീറ്റ് എഴുതണം, ഡോക്ടറാവണം. ഈ നീറ്റ് എഴുതണം എന്നുള്ള ഈ സ്റ്റെപ്പ് ഇത്രത്തോളം ടഫാവുമെന്ന് ഞാൻ അപ്പോഴൊന്നും ആലോചിച്ചില്ല. കാരണം ഭയങ്കര അപാര കോൺഫിഡൻസ് ആയിരുന്നു കേട്ടോ. അത് അവിടെ പൊളിഞ്ഞിൻ്റെ കഥ. അങ്ങനെ ഇരിക്കണം ആ കോൺഫിഡൻസും. പിന്നെ +2 ലൈഫാണ്, സ്കൂൾ ലൈഫ് അവസാനിക്കുകയാണ്. അപ്പോൾ സ്കൂൾ ലൈഫ് കുറച്ചും കൂടി എൻജോയ് ചെയ്യാൻ ബാക്കി നീറ്റിൽ പിടിക്കാം.
ആ ഒരു ഐഡിയ എൻ്റെ മൈൻഡിലെത്തി. കാരണം +2 മാർക്ക് എന്തായാലും നീറ്റ് എഴുതാൻ എനിക്ക് ആവശ്യമില്ല, നീറ്റ് പിന്നെ എഴുതി എന്തായാലും MBBS കിട്ടും. നിനക്ക് എങ്ങനാ മൈനെ ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ആ ഒരു കാര്യം മനസ്സിൽ വിചാരിച്ചിട്ട് എന്ത് കാട്ടി, ഞാൻ +2 അധികം പഠിച്ചില്ല, ചെറുതായിട്ടൊന്ന് ഉഴപ്പി അത്ര ഉഴപ്പിയിട്ടൊന്ന് 4A+, 2A, 92% അത്ര ഒരു 99 ഒക്കെ കിട്ടിയായിരുന്നു. ഓക്കെ, അങ്ങനെ +2 ആ രീതിയിൽ ചെറുതായിട്ടൊന്ന് ഉഴപ്പി. പിന്നെ ഞാൻ +2 കഴിഞ്ഞ ശേഷം ഒരു ഐ തിങ്ക് 2-3 വീക്സ് കഴിഞ്ഞ ഉടനെ സൈലത്തിൽ തന്നെ ക്രാഷ് കോഴ്സിൽ കയറി. കോഴിക്കോട് ഹോസ്റ്റലിൽ പോയി നിൽക്കുന്ന ക്രാഷ് കോഴ്സിൽ കയറി. ആദ്യത്തെ ഒരു 2 ആഴ്ച ഭയങ്കര പെർഫോമൻസ്, ക്രാഷിൽ തന്നെ എഴുതി കിട്ടും എന്നുള്ള ലെവലിലായിരുന്നു. അങ്ങനെ വിചാരിച്ചു പോയി, ക്രാഷിൽ എന്തായാലും കിട്ടൂല എന്നുവെച്ചാൽ ക്രാഷ് ഒരു പകുതി എത്തുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ക്രാഷ് കൊണ്ട് മാത്രമൊന്നും കിട്ടൂല, അപ്പോൾ ബാക്കി 1 കൊല്ലം 2 കൊല്ലമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന വരുന്ന പൊട്ടന്മാരാണ് നമ്മൾ വിചാരിച്ചു പോകും. അതുകൊണ്ട് എന്താ കാട്ടി, ക്രാഷും പകുതി വെച്ചിട്ട് ഞാൻ നൈസായിട്ടുണ്ട് ഉഴപ്പി. അപ്പോൾ എന്ന് വെച്ചാൽ പിന്നെ ആ ഹോസ്റ്റൽ ലൈഫിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ കയറിച്ചില്ല. അപ്പോൾ അവിടുത്തെ കുറേ തരികളുടെ പരിപാടികളും ആഘോഷങ്ങളും ഒക്കെ ആയിട്ടും ഐ തിങ്ക് ഐ ഹാഡ് വൺ ഓഫ് ദി ബെസ്റ്റ് മന്ത് ഓഫ് മൈ ലൈഫ് ദർ. മോർ ദാൻ ഒരു എഫേർട്ട് ഇട്ട് പഠിക്കുക എന്നുള്ളതിനെക്കാട്ടിയും കുറേ എൻജോയ് ചെയ്ത് ചെയ്യാൻ. കാരണം ക്രാഷിൽ നിന്ന് കിട്ടില്ല എന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. ഐ ഡോണ്ട് തിങ്ക് എനിവൺ ഹാസ് ക്രാക്ഡ് ഇറ്റ് ജസ്റ്റ് വിത്ത് ക്രാഷ്. എന്ന് വെച്ചാൽ +1 +2 ഇൻ്റഗ്രേറ്റഡ് ഒക്കെ പോയി ചെയ്യണവർക്ക് ചിലപ്പോൾ ക്രാഷിൽ നിന്ന് ക്രാക്ക് ചെയ്യാനുള്ളതുള്ളൂ എന്നല്ല എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ബട്ട് ഐ എം പ്രിറ്റി ഷുവർ ദാറ്റ് ക്രാഷ് മാത്രം ചെയ്തിട്ട് ഒരാൾക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലേക്ക് വലിയ ഉറപ്പില്ല. അതിലേക്ക് 205 മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതും ഭയങ്കര ഒരു സംഭവം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ കാട്ടി, റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചു 1 ഇയർ. കാരണം അതാണല്ലോ എയിം, ഡോക്ടർ തന്നെ ആവണം, അതായിരുന്നു എയിം. അപ്പോൾ അങ്ങനെ റിപ്പീറ്റ് ചെയ്യാൻ വീണ്ടും സൈലത്തേക്ക് തന്നെ കയറി. വൈ സൈലം എന്നുള്ളത് ഇതാണ് ഞാൻ ഇങ്ങനെ നീറ്റിലേക്ക് എത്തിയെന്നുള്ള കഥ. ഇനി എന്താ പറയുക, ഇനി പറയാനുള്ളത് എൻഡ് ഓഫ് പാർട്ട് 1 അവിടെ കഴിഞ്ഞു. ഇനി പാർട്ട് 2 എത്തുമ്പോൾ ഈ എൻറ്റയർ നീറ്റ്സ് ജേണി, ഈ ഒരു കൊല്ലത്തിൽ എന്തൊക്കെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് 3 മന്ത്സ് എന്ന് പറയുന്നത് പുതിയ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ക്രാഷിൽ പോയതുകൊണ്ട് ഈ ഹോസ്റ്റൽ പരിപാടികൾ അങ്ങനത്തെ ഹോസ്റ്റലിൽ വരുന്ന പുതിയ ആൾക്കാരായിട്ട് കമ്പനിയാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർക്ക് ഞാൻ പുതിയതല്ല, കാരണം ഞാൻ ക്രാഷ് പഠിച്ചതാണ്. ബാക്കിയുള്ളവർക്ക് ഇതൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, കാരണം അവർ ക്രാഷിലേക്കൊന്നും പോകുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഹോസ്റ്റൽ ആ അറ്റ്മോസ്ഫിയറായിട്ട് അധികം ബന്ധമില്ലാത്ത ആൾക്കാർക്ക് ഒരു ഫസ്റ്റ് 2 to 3 months എന്ന് പറയാം. ഈ ഹോസ്റ്റൽ പരിപാടികളൊക്കെ ഏറ്റവും അഡ്ജസ്റ്റ് ആകും, കുറച്ച് ടൈം എടുക്കണം. ആദ്യത്തെ ആ ടൈമാണ് ഫസ്റ്റ് 2 to 3 months. ഓക്കെ, ഈ 2 to 3 മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് അവിടെ ക്ലാസ്സിൽ എടുക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കുറേ ചാപ്റ്ററുകൾ ഉണ്ടാവില്ല, ഇതൊക്കെ എളുപ്പമുള്ള ചാപ്റ്ററുകളാണ്. അപ്പം നമ്മൾ ഈ പുതിയ അറ്റ്മോസ്ഫിയറിലേക്ക് അഡാപ്റ്റ് ചെയ്യുന്നതും ഈ എളുപ്പമുള്ള ചാപ്റ്ററും ഒരുമിച്ച് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. മീൻസ് ഒരു എക്സ്റ്റെൻഡ് വരെ നമുക്കൊരു ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഓക്കെ എന്നെക്കൊണ്ടത് ക്രാക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും, കാരണം അഡ്ജസ്റ്റായി വരണുള്ളൂ. 2 ടാസ്ക്കാണ് നമ്മൾ ഒരേ സമയം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ കിട്ടാനുള്ളതുള്ളൂ. ബട്ട് ചെറിയൊരു പോയിന്റ് നമ്മൾ മിസ് ഔട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ആ പോയിന്റ് നമുക്ക് അറിയാം, പക്ഷെ നമ്മൾ വേണ്ടാന്ന് നിൽക്കുന്നു. സമയം വരട്ടെ, ലെറ്റ് us റിയലൈസ് ഇറ്റ് അവർ സെൽഫ്. എന്നുവെച്ചാൽ നമ്മൾ വേണമെന്ന് വിചാരിച്ചിട്ട് ആ പോയിന്റ് നമുക്ക് നോക്കാത്തതാണ്. ഇത് എളുപ്പമുള്ള ചാപ്റ്ററുകളാണെന്നുള്ളത് നമ്മൾ അപ്പം മനസ്സിലാക്കില്ല. നമ്മൾ ബോർഡ് എക്സാം പഠിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ടഫുള്ള ചാപ്റ്ററുകൾ ഇനി വരാൻ കെടുക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നല്ല ധാരണ ഉണ്ട്. പക്ഷേ നമ്മൾ ആ പോയിന്റ് നമുക്ക് നോക്കൂല, കാരണം നമ്മൾ ഫുൾ പോസിറ്റീവ് മെൻറ്റാലിറ്റിയിലാണ് നിൽക്കേണ്ടത് എന്നൊക്കെയാണ് മോട്ടിവേഷൻ സ്പീക്കിങ്ങിൽ പറഞ്ഞത്. ഞാൻ ഉൾപ്പെടെ അതിൽ പെട്ടുപോയി. അങ്ങനെ എളുപ്പമുള്ള ചാപ്റ്ററിലെ ടൈം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ഫുൾ സർക്കസാണ്. തലകുത്തി നിന്ന് പഠിക്കണം, പുതപ്പിൻ്റെ അടിയിൽ ലൈറ്റ് ഇട്ട് പഠിക്കണം, കിടന്ന് മലർന്ന് പഠിക്കണം, ഫുഡ് കഴിക്കുമ്പോൾ വീഡിയോ കണ്ട് പഠിക്കണം. ഞങ്ങൾക്കൊരു ടാബ് ഉണ്ടായിരുന്നു, ഹൈബ്രിഡ് ആയിരുന്നു. ഒരു ദിവസം ഓൺലൈനും ഒരു ദിവസം ഓഫ്ലൈനും ക്ലാസ്സിൽ പോയി. തലേന്നത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്ന് ഹോസ്റ്റലിൽ ഇരുന്നിട്ട് ടാബിൽ നിന്ന് കേൾക്കുക, മറ്റേത് ക്ലാസ്സിൽ പോയിട്ട് എടുക്കുക. അപ്പോൾ ഞങ്ങൾ എന്ത് കാട്ടി, ഞങ്ങൾ ചെറിയൊരു പ്ലാനിങ് എന്താണെന്ന് വെച്ചാൽ ബയോളജിൻ്റെ ക്ലാസ് ആയിരുന്നു, കുറേ ഏറ്റവും ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ക്ലാസ്സിൽ നിന്ന് കേട്ടാൽ മതി, കാരണം അത് കമ്പാരിറ്റീവ്ലി ഈസി ആയിരുന്നു എന്നുള്ളൊരു ഐഡിയ. അങ്ങനെ തന്നെ ആയിരുന്നു. ബയോളജി ആയിരുന്നു ഏറ്റവും എളുപ്പം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കെമിസ്ട്രി ഫിസിക്സിന് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ട് ഓൺലൈൻ അത് മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ.
അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പല രീതിയിൽ ഇങ്ങനെ പഠിക്കുക തന്നെ. പുലർച്ചെ 3 മണി വരെ പഠിച്ചിട്ട് പിറ്റേ ദിവസം എന്താ പറയുക 6 to 7 അതിൻ്റെ ഏതോ ഒരു ടൈമിൻ്റെ ഇടയിൽ ബസ് വരും. അപ്പോൾ ഒരു 3 മണിക്കൂർ സ്ലീപ്പ് മാത്രം കിട്ടിയിട്ട് ആണ് ഇങ്ങനെ പോയിരുന്നത്. ഓഫ്ലൈൻ ക്ലാസ്സിനും ഓൺലൈൻ ക്ലാസ്സിനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഓൺലൈനിൽ ഡിസ്കസ് ചെയ്യുന്ന സർട്ടൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഓഫ്ലൈനിൽ ഡിസ്കസ് ചെയ്യുന്നത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻസാണ്. ഈ നീറ്റ് ലൈഫിൽ എന്താ പറയുക, അഥവാ നീറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള ഒരാൾക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അഡ്വൈസ് എന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് ആണ് മെയിൻ. എത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണോ, എത്രത്തോളം നമ്മൾ ആപ്റ്റ് ആവണോ അതിനാണ് കാര്യം, അല്ലാതെ എത്ര പഠിച്ചെന്നുള്ളതിനല്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻസ് മാക്സിമം ഇതാക്കണം. നമ്മളിപ്പോൾ ഒരു തിയറി 5-6 വട്ടം ബൈഹാർട്ട് ചെയ്ത് പക്ക അങ്ങനെയാണെന്ന് വെച്ചാൽ ആ തിയറിനെ ഒന്ന് വളച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റണം. അതെങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ വളഞ്ഞിട്ടുള്ള രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ട് പരിചയമാവുക, അതല്ലാതെ വേറെ വഴിയില്ല. ഈ പോയിന്റ് എനിക്ക് പറഞ്ഞു തന്നിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് ബിലീവ് ഇറ്റ് ദാറ്റ് ടൈം. കാരണം ഞാൻ ഭയങ്കര പ്രോബ്ലമാറ്റിക് സോൾവിങ് സ്കില്ല് ബ്രെയിൻഡ് ആയിട്ടുള്ള ഒരാളാണ്. അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. എന്താ നടന്നിട്ടുണ്ടാവുമല്ലോ പ്രതീക്ഷിക്കാമല്ലോ. ഞങ്ങൾക്ക് ഡെയിലി എക്സാം വരുമായിരുന്നു. അപ്പോൾ എക്സാമിൽ തട്ടിയും മുട്ടിയൊക്കെ കുറേയൊക്കെ കറക്കി കൂട്ടി ഇതാക്കി വെച്ചിട്ട് 120 ഒരു 80ൻ്റെ മേലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാഹ പഠിച്ചു കഴിഞ്ഞ്. അവിടെ വേറൊരു ചതി ഉണ്ടായിരുന്നു. പിന്നത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടൈം മാനേജ്മെൻറ്റാണ്. ടൈം മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇത്ര സമയത്തിൻ്റെ ഉള്ളിൽ ഇത് തീർക്കണം അങ്ങനെയുള്ളതല്ല. ഇത് കൂടുതൽ ടൈമിനെക്കാട്ടി മൊത്തത്തിലൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി, ഒരു സ്കില്ല് വേണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ നീറ്റിലേക്ക് ആവശ്യമുള്ളത് പഠിക്കാനുള്ളൊരു ബുദ്ധിനെക്കാട്ടിയും കൂടുതൽ ഒരു ഡിറ്റർമിനേഷൻ, ഒരു സെറ്റ് ഓഫ് മെൻറ്റാലിറ്റിയാണ്. എന്നുവെച്ചാൽ കമ്പോഷർ വേണം, കൺസിസ്റ്റൻസി, അതാണ് മെയിനായിട്ട് വേണ്ടിയത്. എത്ര നല്ല പഠിക്കണ കുട്ടിയാണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റൻ്റായിട്ട് ഒരു ടോപ്പിക്ക് റിവൈസ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് പിന്നെയും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിലേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സത്യം പറയുകയാണ്, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അത്. ഈ എന്താ പറയുക റിവിഷൻ്റെ കാര്യം റിവൈസ് ചെയ്യണം, മെയിനായിട്ടുള്ള പോയിന്റുകൾ മെയിനായിട്ടുള്ളതല്ല, ഓരോ ചാപ്റ്റർ തന്നെ ഷോർട്ടാക്കി റിവൈസ് ചെയ്യണം, ആദ്യം മെമ്മറൈസ് ചെയ്യണം, പിന്നെ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കയറുമ്പോൾ തന്നെ അവിടുത്തെ ടീച്ചേഴ്സ് ഇങ്ങനെ പറഞ്ഞു തരും. അപ്പോഴും ഞാനധികം വല്ല മൈൻഡ് ആക്കിയിട്ടില്ല. കാരണം +1 +2 ആയിരുന്നു എൻ്റെ ഒരു ടൈപ്പ്, അറിയാമല്ലോ കേരളത്തിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ. സോ ഐ വാസ് ലൈക്ക് റിവിഷൻ വേണോ, അങ്ങനെ ആ ഒരു മെൻറ്റാലിറ്റിയിൽ എത്തും. കാരണം ഈ റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ മനസ്സിലാക്കിയത് കുറേ വൈകിട്ടാണ്. അവിടെയും എൻ്റെ ഒരു സ്റ്റെപ്പ് പോയി. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പഠിച്ചു വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് ഫിസിക്സിലത്തെ ഇത് നമ്മൾ ഭയങ്കര എളുപ്പമുള്ള ചാപ്റ്ററാണെന്ന് വിചാരിക്കുന്നു. അത് എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്. ബട്ട് ഇതിൽ തന്നെ ലീസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കൽ അങ്ങനത്തെ കുറേ ചെറിയ പരിപാടികളുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ മാസത്തിലും ഓരോ GIBകൾ വരും. GIB എന്ന് വെച്ചാൽ ഒരു മാസം എടുത്ത് കംപ്ലീറ്റ് ടോപ്പിക്കിന് 720 ബേസ് ചെയ്തിട്ട് ഒരു എക്സാം ഉണ്ടാവും. അങ്ങനത്തെ രണ്ടാമത്തെ GIB എത്തിയപ്പോഴാണ് ഈ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന്. ഞാൻ അങ്ങനെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയപ്പോൾ നല്ല പരിചയമുള്ള ക്വസ്റ്റ്യൻസ്, എനിക്ക് നല്ല പരിചയം ഉണ്ടല്ലോ, ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പെന്നിങ്ങനെ റഫ് സൈഡിൽ ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ പോയേ കയ്യിൽ നിന്ന് പിന്നെയും പോയി. എന്താ സംഭവം എന്ന് വെച്ചാൽ എവിടെ തുടങ്ങണം, ഇതിപ്പോൾ എന്തായിരുന്നു ഇതിൻ്റെ പരിപാടി ഒക്കെ തലയിലുണ്ട്, പക്ഷെ ആരും തുടച്ചെടുത്തിട്ടില്ല. അതാണ് റിവിഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ റിവിഷൻ കൺസിസ്റ്റൻ്റായിട്ട് റിവൈസ് ചെയ്യണം. അതിലിനി ടൈം മാനേജ്മെൻറ്റ് മൊത്തത്തിൽ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഓൺലൈനുള്ള ഒരു ദിവസം 24 മണിക്കൂർ. ഈ 24 മണിക്കൂറിൽ തന്നെ ഒരു ക്ലാസ്സിൻ്റെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ക്ലാസ്സിന് തന്നെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ തന്നെ ഒരു 8 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ചാപ്റ്റർ അനുസരിച്ചിട്ട് മാറി. ഞാൻ ഒരു എക്സാമ്പിൾ പറയും, 8 ദിവസമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഓരോ ദിവസം 8 ഡേയ്സിൽ ഫസ്റ്റ് ഡേയിൽ തന്നെ 3 വീഡിയോസ് ഉണ്ടാവും. അതന്നെ ഉണ്ടാവും 3 മണിക്കൂർ. ഒറ്റ സബ്ജക്റ്റാണ്. ഈ ഒരു വീഡിയോ 3 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ഒരു 2-3 വീഡിയോകൾ 2 കൂട്ടിക്കാം. 6 മണിക്കൂർ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ഡേ ഒരു ചാപ്റ്ററിൻ്റെ തീർക്കാൻ വേണം. ഓക്കെ, എന്നിട്ട് ഫിസിക്സ് മാത്രം അങ്ങനെ, കെമിസ്ട്രി ഇതേപോലെ തന്നെ വേറെ 6 12 മണിക്കൂർ.
നമ്മൾ പുലർച്ചെ ഒരു 5 മണിക്ക് നീച്ചിട്ട് എപ്പോഴാണ് ഉറങ്ങാന്നുള്ളതിനെ പറ്റി ഇതാക്കാൻ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രീൻ നോക്കണമെങ്കിൽ ഒരു ലിമിറ്റ് വേണം. അപ്പോൾ ക്ലാസ് കണ്ടു തീർക്കണം. ഓബിയസ്ലി എന്തായാലും യൂഷ്വൽ 1x ഇട്ടിട്ടൊന്നുമല്ല, 2x ഇട്ടിട്ട് തന്നെ ഞങ്ങൾ കണ്ടു തീർക്കലും. അതും മനസ്സിലാക്കണതിൽ ഒരു ഒരു എക്സ്റ്റെൻറ്റ് ഉണ്ട് നമ്മൾ എത്രത്തോളം മനസ്സിലാക്കണമെന്നുള്ളതിനുള്ള. അപ്പോൾ അത് നമ്മൾ ക്ലാസ് എങ്ങനെയൊക്കെ ചറപറ കണ്ട് തീർക്കും. പേരിന് വേണ്ടി തീർക്കണ കാര്യം മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമ്മളങ്ങനെ കണ്ടു തീർക്കും. ഓക്കെ, പിന്നെ എന്താ പറയുക, നമ്മൾ ചെയ്യേണ്ടത് ഈ DPP എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിൻ്റെ ഉള്ളിൽ ഓരോ ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞങ്ങൾക്ക് സൈലത്തിൽ നിന്ന് തരുന്ന ഒരു മെറ്റീരിയൽ. അപ്പോൾ ഇത് ഫിസിക്സിൻ്റെ 4th ചാപ്റ്ററിൻ്റെ ഒരു മെറ്റീരിയലാണ്. ഒരു ചാപ്റ്ററിൽ ഇങ്ങനത്തെ ഏകദേശം ഇത്ര കട്ടിയുള്ള ഒരു മെറ്റീരിയൽ ഉണ്ടാവും. പിന്നെ ചാപ്റ്ററിൻ്റെ ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ചിട്ട് അതിനെക്കാട്ടി തിക്നെസ് കൂടിയ ചില DPPകളുണ്ടാവും. DPP എന്ന് അതിന് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എന്താ ഓരോ ചാപ്റ്റർ, ഇപ്പോൾ ഈ ചാപ്റ്റർ ഇത് Day 1 വീഡിയോ ഐക്കണിൽ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഇത് വീഡിയോ ക്ലാസ്സുകൾ ഓൺലൈൻ ക്ലാസ് ഞങ്ങൾ ടാബിൽ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. ഇത് നമ്മൾ ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക, അതന്നെ അതിൻ്റെ പരിപാടി. അപ്പോൾ ഫിസിക്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്ലാസ് തിയറി കാണണം. തിയറി പിന്നെ ഓടിച്ചിട്ട് കാണാം. പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മളൊന്നും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത് പിന്നെയും റിവൈൻഡ് ചെയ്ത് കാണുന്ന ടൈമിൽ പിന്നെ ക്വസ്റ്റ്യൻ എടുക്കുന്ന ടൈം എന്ന് പറയുമ്പോൾ അപ്പോൾ 2x നമ്മൾ ടൈം കോമ്പൻസേറ്റ് ചെയ്ത് ഇപ്പോൾ 3 മണിക്കൂറിൻ്റെ ക്ലാസ് ആണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് തീർക്കാലോ എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിൽ നിൽക്കുകയായിരുന്നെന്നുണ്ടെങ്കിലും 3 മണിക്കൂർ കൊണ്ടേ ക്ലാസ് തീരുള്ളൂ. കാരണം നമ്മളിത് ക്വസ്റ്റ്യൻസ് ഓരോന്ന് റിവൈൻഡ് ചെയ്ത് വരുമ്പോഴത്തേനും 3 മണിക്കൂർ ആവും. അതാണ് എൻ്റെ ഒരു സത്യാവസ്ഥ. ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ ഐക്കൺ വെച്ചിട്ട് വരുന്നതൊക്കെ ക്ലാസ്സിൽ നിന്ന് പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയിട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനത്തെ ഒരു 10 15 എണ്ണം മാക്സിമം പിറ്റേ ദിവസം ക്ലാസ്സിൽ നിന്ന് 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും ടീച്ചേഴ്സ്. 1 മണിക്കൂർ കൊണ്ട് ചെയ്ത് തീർക്കും എന്നല്ല, മീൻസ് ആ ഒരു ടൈമിൻ്റെ ഉള്ളിൽ അവർ കംപ്ലീറ്റ് ചെയ്യും, എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ തീർക്കും. പക്ഷേ തലേ ദിവസത്തെ ഓൺലൈൻ ക്ലാസ് കണ്ടു കഴിഞ്ഞ് നമ്മൾ കെടുക്കുമ്പോഴത്തേനും പിന്നെ നമ്മൾ നീക്കുന്ന ടൈം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം മാക്സിമം പോയി കഴിഞ്ഞാൽ 3 5 ഇതിൻ്റെ ഇടയിൽ വരുന്നത് 3 5 മണിക്കൂർ മാത്രമേ നമുക്ക് ഉറങ്ങാൻ കിട്ടുള്ളൂ. കാരണം പുലർച്ചെ 5 മണിക്കാണ് നീക്കേണ്ടത്. അപ്പോൾ ആ ഒരു പകുതി കിളി പോയ മാതിരി ഇങ്ങനെ ചില സമയത്ത് നമുക്ക് കുളിക്കാനും കൂടി ടൈം കിട്ടില്ല. ഞാൻ പറഞ്ഞു 6 ആൾക്കാർ ഷെയർ ചെയ്യണ ഒരു ഹോസ്റ്റൽ റൂമാണ്. എന്നുവെച്ചാൽ നമ്മൾ നീച്ച് വരുമ്പോഴത്തേനും മറ്റേ ബസ്സിന് കയറാൻ സമയമായിട്ടുണ്ടാകും. അപ്പോൾ യൂണിഫോം എന്ന് പറഞ്ഞിട്ട് സൈലത്തിൻ്റെ ഒരു ടീഷർട്ട് എടുത്തിട്ട് പോവുക, തിരക്ക്. അപ്പോഴത്തേനും വാർഡൻ്റെ കഥ വേറെ ഉണ്ട്. അപ്പോൾ വാർഡൻ വന്നിട്ട് ചീത്ത പറഞ്ഞാൽ അപ്പോഴത്തേക്കും നമ്മൾ ഓടി. ചില ആൾക്കാർ കുളിച്ചിട്ടും കൂടി ഉണ്ടാവില്ല. ഞാനും കുളിക്കാതെ 1-2 പ്രാവശ്യമൊക്കെ പോയിക്കണം. അപ്പോൾ അങ്ങനെ പോവുണ്ടാവും. ബസ്സിൽ നമ്മളിങ്ങനെ ഒരു മൂകതയിലാവും. ഫുൾ ബസ്സിൽ ഇങ്ങനെ പോകണമെങ്കിൽ ഒരു ഐഡിയയും കിട്ടില്ല. മീൻസ് നമ്മൾ ചായ വെള്ളം പോലും കുടിച്ചിട്ടുണ്ടാവില്ല. ജസ്റ്റ് മുഖം ഒന്ന് കഴുകിയിട്ട് ഇങ്ങനെ പോയിരിക്കും. മുഖം പോലും കഴുകാൻ സമയം ഉണ്ടാവില്ല. എനിക്ക് പല്ല് വെക്കാനും കൂടി ചില ദിവസങ്ങളിൽ ടൈം കിട്ടാത്തതുകൊണ്ട് ബ്രഷും പേസ്റ്റും എടുത്തിട്ട് ഞാൻ ബസ്സിൽ കയറി പോകുന്നിട്ട് സൈലത്തിൽ അവിടെ എത്തിയിട്ട് ക്യാമ്പസിലെത്തിയിട്ട് പല്ല് വെക്കുന്ന സമയം വരെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓപ്പണായിട്ട് പറയാണ്, അങ്ങനത്തെ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഗതികേടാണ്. കാരണം അത്രക്ക് അവസ്ഥയാണിത്, ഗതികേട്ട അവസ്ഥയാണിത്. അങ്ങനെ ഉള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ 3-5 മണിക്കൂർ മാത്രമേ നമുക്ക് ഉറങ്ങാൻ കിട്ടിയിട്ടുണ്ടാവുള്ളൂ. ഇതിൽ ഇത്ര മാത്രം ഉറങ്ങിയിട്ട് ക്ലാസ്സിൽ കംപ്ലീറ്റ് ഫോക്കസ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മീൻസ് ഒരേ സബ്ജക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ് ചെയ്യുന്നത്. ഇത്ര ഫോക്കസ് ചെയ്തിട്ട് എത്രത്തോളം ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ചെറുതായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എത്രത്തോളം നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയിട്ട്. സത്യം പറയില്ല, ഞാൻ ക്ലാസ്സിൽ ഉറങ്ങാതിരിക്കാനുള്ള കപ്പാസിറ്റി എനിക്കുണ്ട്. പക്ഷെ ഫിസിക്കലി ഞാൻ ഉറങ്ങാതിരിക്കണുള്ളൂ. മെൻ്റലി ഞാൻ വേറെ ഏതോ ഒരു സ്വപ്ന ലോകത്താണ്. എവിടെയെന്നുള്ള കാര്യത്തിൽ എനിക്കും ഇപ്പോഴും വലിയ ഐഡിയ ഉണ്ടായിട്ടില്ല. ബോർഡുമൊക്കെ ഇങ്ങനെ ഭയങ്കര സൂക്ഷ്മമായിട്ട് ഇങ്ങനെ അഭിനയിച്ച് ഇങ്ങനെ നോക്കും, നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മളെ തലച്ചോറ് അതിന് സമ്മതിക്കില്ല. കാരണം അത്രത്തോളം ടയേർഡാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ട് പോവും. അതാണ് നടക്കുന്നത്. ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെയാണ് മാനേജ് ചെയ്യണം എന്നുള്ളത്. നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ്സിൽ മാക്സിമം ടോപ്പിക്സൊക്കെ കവർ ചെയ്യും. ചില പോയിന്റുകൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ നിന്ന് തന്നെ കിട്ടാനുമുണ്ട്. ഈ ഓൺലൈനിൽ എടുത്ത ക്വസ്റ്റ്യൻ
ഐഡിയാസ് വെച്ചിട്ട് നമുക്ക് ഓഫ്ലൈനിൽ എടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ ഓഫ്ലൈനിൽ തന്നെ ചെയ്യണം. അപ്പോൾ ഓഫ്ലൈനിൽ എടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, അതിൻ്റെ മെത്തേഡ് ഓഫ് ടീച്ചിങ് പഠിച്ചു വരണം. അതിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. നമ്മൾ മുന്നേ പഠിച്ച സംഭവങ്ങളെ പറ്റിയിട്ട് റിവൈസ് ചെയ്യാൻ കുറച്ച് ടൈം വേണം. പുതിയ ടോപ്പിക്ക് ഇനി പിറ്റേ ദിവസം പഠിക്കാൻ പോണതിനെ പറ്റി പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ടൈം വേണം. അതിൻ്റെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കാൻ കുറച്ച് ടൈം സെറ്റ് ചെയ്യണം. അതിൻ്റെ ഷോർട്ട് നോട്ട്സിൻ്റെ സ്റ്റിക്കി നോട്ട്സ് എവിടെയൊക്കെ ഒട്ടിക്കണം, ഇത് ഓരോ ചുമരും അങ്ങനെ ഒട്ടിക്കണം. പിന്നെ എന്താ പറയുക, ഏതൊക്കെ ബുക്കിന് എക്സ്ട്രാ റെഫർ ചെയ്യണം, ഏതൊക്കെ ക്വസ്റ്റ്യൻ ബാങ്കുകൾ നോക്കണം. നീറ്റിൻ്റെ സ്റ്റുഡൻസ് കാണാൻ ജെയിൻ്റെ ബുക്ക് അടക്കെടുത്ത് ചെയ്യാൻ ഞാൻ ശ്രമിക്കണമെന്നേ പറയുന്നുള്ളൂ, ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഞാൻ പറയുന്നത് ഫസ്റ്റ് ഞാൻ 1 year റിപ്പീറ്റ് ചെയ്ത് എൻ്റെ അവസ്ഥയാണ് കേട്ടോ. എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതിൽ ഒരു 3 ആൾക്കാരായിട്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. 4 ആൾക്കാർ റിപ്പീറ്റ് ഉണ്ടായിരുന്നു, റിപ്പീറ്റ് ഉണ്ടാകും, സൂപ്പർ മെഗാ റിപ്പീറ്ററൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഒപ്പം. മൊത്തത്തിൽ 4 ആൾക്കാരുണ്ടായിരുന്നു. 2 റിപ്പീറ്റേഴ്സും പിന്നെ സൂപ്പർ മെഗാ അങ്ങനെ പറഞ്ഞിട്ട് കാര്യം. അപ്പോൾ ജെയിൻ്റെ അടക്കം ചെയ്ത് സോൾവ് ചെയ്യുന്ന ടൈപ്പ് ആൾക്കാരുണ്ട്. സോൾവ് ചെയ്യണ്ടോ ഇല്ലെന്ന് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ കൂടി സമയം എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി എനിക്കിപ്പോഴും ഒരു ഐഡിയ ഇല്ല. കാരണം ഞാൻ ഇതിനെ പറ്റിയിട്ടൊന്നും ആലോചിച്ചിട്ടില്ല. ഇത് കയറിനെക്കാട്ടി മുന്നേ അങ്ങനെ പ്ലാൻ ചെയ്തതാണ്. എല്ലാവരും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലായിരുന്നു ഞാൻ നിന്നത്. അങ്ങനെ അതാണ് തുടക്കത്തിലത്തെ ഒരു 6 മാസം ഫുൾ കൺഫ്യൂഷനാണ്. അത് കഴിഞ്ഞിട്ടും 6 മാസത്തിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും തിരിച്ചറിയില്ല. അപ്പോഴും ഒരു ഐഡിയ ഉണ്ടായിട്ടുണ്ടാവില്ല എന്തൊക്കെ ചെയ്യേണ്ടത്, ഇനി എന്താ ചെയ്യേണ്ടി. അപ്പോഴും ഒരേ മെൻറ്റാലിറ്റി വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ എന്താ പറയുക, ബാക്ക്ലോഗ്സ് എന്ന് പറയും, നമുക്ക് പെൻഡിങ് ഉള്ള സംഭവം. ഈ ബാക്ക്ലോഗ്സ് ഒക്കെ അവിടെ മാറ്റി വെക്കും. ഇനി വരുന്നത് പിടിക്കുക എന്നുള്ളത് ഒരു ലെവലിലായിരിക്കും. ഇനി വരുന്നതാണെങ്കിലും അതിനെക്കാട്ടി അപാണ്ട സാധനങ്ങളാണ് വരുന്നത്. കാരണം എളുപ്പമുള്ള ചാപ്റ്ററുകളൊക്കെ കഴിഞ്ഞൊരു മീഡിയം ലെവലിൽ ഇങ്ങനെ കഴിഞ്ഞ് വരുമ്പോഴാവും നമ്മൾ ഈ ഒരു സ്റ്റേറ്റിലെത്തുക. പിന്നെ അവിടെ നിന്നാണ്ട് വരുന്നത് ഫുൾ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ്, ഫ്ലൂയിഡ്സ്, മെക്കാനിക്സ്, പിന്നെ ബയോളജിയിലാണെങ്കിലും മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ്, എവല്യൂഷൻ, ബൈഹാർട്ട് ചെയ്യാനുള്ള ഒരു രീതിയിൽ, മനസ്സിലാക്കി പഠിക്കാനുള്ള വേറെ രീതിയിൽ, ഇതൊക്കെയാണ് വരാൻ പോണത്. അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണുന്നതും മൂഞ്ചി, വന്നു കഴിഞ്ഞതും മൂഞ്ചി. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലെത്തും നമ്മൾ. സത്യം പറയാലോ, കരഞ്ഞു പോകും നമ്മൾ. അപ്പോൾ കാരണം അത്രയും എഫേർട്ട് ഇട്ടിട്ടും പിന്നെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് വേറെ സംഭവങ്ങളും അതും കൂടി ആകുമ്പോൾ തീരാണ്ട് താങ്ങാതാവും. ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ ബ്രേക്ക് ചെയ്യും, ഉറപ്പാണ്. കാരണം പിന്നെ ഇത് വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ നമ്മൾ ചെറിയ എമൗണ്ട് ഒന്നുമല്ല, ഒരു 3-3.5 ലക്ഷം ഒരു കൊല്ലത്തിന് എന്തായാലും ചിലവാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ചില വീട്ടിൽ പൈസ ഉണ്ടാകും, ചില വീട്ടിൽ പോയി ലോണൊക്കെ എടുത്തിട്ട് കടം വാങ്ങിയിട്ടും കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർക്ക് വീട്ടിൽ നിന്നൊക്കെ വിളി വരുമ്പോൾ എന്തായാലും നല്ല പ്രഷർ ഉണ്ടാവും. പിന്നെ ഒരു കൊല്ലം വേസ്റ്റ് ചെയ്തിട്ടായിരിക്കണേ എന്ന് വെച്ചാൽ, ഒരു കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെറും +2 മാത്രം പാസ്സായി കഴിഞ്ഞു. കാരണം ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി, ഏതൊരു എന്താ പറയുക നല്ലൊരു കോഴ്സിന് കയറണമെന്നുണ്ടെന്ന്, പ്രൈവറ്റ് അല്ല ഞാൻ പറയുന്നത്, ഗവൺമെൻറ്റിൽ കയറണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു എൻട്രൻസ് ചെയ്യണം. അല്ലാതെ +2ൻ്റെ മാർക്ക് മാത്രം വെച്ചിട്ട് ഇന്നേ വരെ നഴ്സിങ്ങിന് മാത്രമാണ് എന്താ പറയുക കയറാൻ പറ്റുക. നല്ലൊരു ജോലി എന്ന് പറയുന്നത് നഴ്സിങ്ങിന് മാത്രമേ കയറാൻ പറ്റുക. അപ്പോൾ എന്നാലും +2 കഴിഞ്ഞ് അങ്ങനെ ഇരിക്കണ അങ്ങനെ പറയാം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് നമ്മൾ തലയിൽ ഓടുക. അപ്പോൾ എന്താ ചത്താലും വേണ്ടിയില്ല, ഇതൊന്ന് ക്രാക്ക് ചെയ്ത് കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ള രീതിയിൽ നമ്മളിരിക്കും. വീട്ടിൽ നിന്നുള്ള പ്രഷർ വേറെ, വീട്ടിൽ നിന്ന് സങ്കടങ്ങൾ നിങ്ങളൊക്കെ പറയും. അപ്പോൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ പറയുക ഒക്കെ ഉണ്ടാവും, വളരെ സ്വാഭാവികം. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വീട്ടുകാരെ തളർത്താൻ ഒരു മൈൻഡ് വരില്ല, ഒരു പരിധി വരെ നമുക്ക് പറ്റില്ല. കാരണം അവരിത്രത്തോളം ഹോപ്പ് ചെയ്യുന്നുണ്ട്, ഇത്ര ഹോപ്പ് നമ്മളെ മേലെ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അപ്പോൾ നമുക്ക് ഓബിയസ്ലി അവരിങ്ങനെ വിളിക്കുമ്പോൾ പറയാൻ പറ്റില്ല, എന്നെക്കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, തീരെ പറ്റണില്ല, അങ്ങനെ ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, അമ്മ നോക്കുന്നുണ്ട്, മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്, നോക്കട്ടെ എവിടെ എത്തുക. അപ്പോൾ നോക്കാം, എവിടെയെങ്കിലും വെച്ച് റെഡി ആയിരിക്കും എന്നുള്ള രീതിയിൽ. ടൈം ഉണ്ടല്ലോ ഇനിയൊന്ന്, ടൈം ഇനി ഉണ്ടല്ലോ എന്നുള്ളത്, ടൈമില്ല. അത് മനസ്സിലാക്കാൻ അത്യാവശ്യം കുറച്ച് ടൈം പിന്നെയും വേണം. ഒരു 9 to 10 മാസമൊക്കെ ആകുമ്പോഴത്തേനും നമുക്ക് ഏകദേശം ഒരു മെൻറ്റാലിറ്റി വരാം, ഒരു തോട്ട് വരാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടുള്ള കാര്യം, ഞാൻ ഇത്ര എഫേർട്ടൊക്കെ എടുത്ത് ചെയ്യുന്നുണ്ടല്ലോ, ഉറങ്ങാതെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ സ്റ്റഡി മെത്തേഡ്, എൻ്റെ തോട്ട് ഓഫ് സ്റ്റഡി എങ്ങനെയാണെന്ന് വെച്ചാൽ,
നമ്മൾ എത്രത്തോളം ടൈം ഇടുന്നു അതിനനുസരിച്ച് റിസൾട്ട് കിട്ടണം. എന്നാലും എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ വരുള്ളൂ. എന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു 6 മണിക്കൂർ ഇരുന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ഫുൾ മാർക്ക് കിട്ടണം. ആ മാർക്ക് കണ്ടാലേക്ക് അടുത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റി വെച്ച് പഠിക്കണം എനിക്ക്. ഞാനിപ്പോൾ എത്രത്തോളം എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്താലും മാർക്ക് എനിക്ക് വരുന്നത് ജസ്റ്റ് എബോവ് ആവറേജ് മാർക്ക് എനിക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ ഡീമോട്ടിവേറ്റഡ് ആണ്. അപ്പോൾ ഞാൻ എന്നിട്ട് എഫേർട്ട് ഇടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു മോട്ടീവ് വേണം. അപ്പോൾ പാരൻസ് മോട്ടിവേഷനല്ലേ അതങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനും എത്താൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളെ മൈൻഡിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. അത് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മനസ്സിലാവും. അപ്പോഴാണ് നമ്മൾ ഒന്ന് ആലോചിക്കുക, ഇത് ഇത്ര എഫേർട്ട് എടുത്ത് കാര്യമുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ ഇങ്ങനെ ആലോചിക്കും, MBBS കഴിഞ്ഞ് ഡോക്ടർ, അത് കൊല്ലം തുടങ്ങുമ്പോൾ ഇങ്ങനെ MBBS കഴിഞ്ഞ് ഡോക്ടർ, സാലറി, ലൈഫ് ഫുള്ള് സെറ്റ്. ഈ ഒരു ടൈം ഒരു 9-10 മാസമൊക്കെ റിപ്പീറ്റ് ചെയ്ത് എത്തുമ്പോൾ നമ്മൾ ഡോക്ടർ ആയിട്ട് ഇൻറ്റേൺഷിപ്പ്, സ്റ്റൈപ്പൻഡ്, അപ്പോഴാണ് നമ്മൾ എന്താ ചെയ്യാം. 10ാം ക്ലാസ് മുതൽ ഡോക്ടർ അതിൻ്റെ രസമുള്ള ഭാഗങ്ങളെ പറ്റി മാത്രമേ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടാവുള്ളൂ. ഇപ്പോൾ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ സൊസൈറ്റി നല്ല വാല്യൂ, നല്ല ശമ്പളം, അത്യാവശ്യം നല്ല റെസ്പെക്റ്റ്, പെട്ടെന്ന് കല്യാണം കഴിക്കാം, ഔട്ട് ഓഫ് സിലബസ് ആൻഡ് അങ്ങനെയൊക്കെ എന്താ പറയുക. പിന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് ഈ MBBS എന്ന് വെച്ചാൽ 5.5 വർഷമുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ തന്നെ 19 വയസ്സ്, 5.5 വർഷം കഴിയുമ്പോൾ എന്ന് പറഞ്ഞാൽ 25-26 വയസ്സ്, 26 കുട്ടിക്കും. പിന്നെ നീറ്റ് PG എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ റിപ്പീറ്റ് 3rd ഇയറിലാണ് അറിയുന്നത്. 3rd ഇയറല്ല, 3rd മന്തിലാണ്. അപ്പോൾ അതെന്തിനാണ് ഇപ്പോൾ സ്പെഷ്യലൈസ് ചെയ്യണമെന്നല്ലോ. ഞാൻ അങ്ങനെ ആലോചിച്ചു, MBBS മാത്രം കഴിഞ്ഞൊരു ഡോക്ടറെ സാധാരണ ആൾക്കാർ കാണിക്കാൻ പോകുന്നത് ഒരു പനി പിടിക്കുമ്പോൾ ആ പനി പിടിക്കുമ്പോൾ തന്നെ ഡോക്ടറെ കാണാൻ പോകുന്നത് വലിയ നിർബന്ധമുള്ള കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഉൾപ്പെടെ ഗൂഗിളിൽ ഇങ്ങനെ സിംറ്റംസ് അടിച്ച് നോക്കി, ഗൂഗിൾ പറയും ഞാൻ നാളെ ചാവുമെന്ന്. എന്നാലും നമ്മളൊരു ഡോൾ അടിച്ച് കുടിക്കും, പനി 2 ദിവസത്തിനുള്ളിൽ റെഡി ആവുകയും ചെയ്യും. അപ്പോൾ ഒരു MBBS മാത്രം എടുത്ത് ഡോക്ടർക്ക് അവിടെ വാല്യൂ ഉണ്ടോയെന്ന് വെച്ചാൽ ഇല്ല. ഇതൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് ഉള്ളതാണോ ഇല്ലയെന്നല്ല, ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും നീറ്റ് PG ചെയ്യണം. നീറ്റ് UG തന്നെ ഞാൻ തല കുത്തി മറിഞ്ഞിട്ട് കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു കൊല്ലം കൊണ്ട് എന്തായാലും കിട്ടൂല എന്നുള്ളൊരു മൈൻഡിലെത്തും. അപ്പോൾ നീറ്റ് PGക്ക് ഒരു 2 കൊല്ലെങ്കിലും റിപ്പീറ്റ് ചെയ്യണം. നീറ്റ് PGക്ക് എനിക്ക് ഐ തിങ്ക് 5 ഇയേഴ്സിൽ MBBS പഠിച്ച എന്തൊക്കെ കാര്യങ്ങൾ ഒരു 2 വർഷം +1 +2 പഠിച്ചാൽ എനിക്ക് മര്യാദ തലയിൽ കയറുന്നില്ല. പിന്നെയാണ് MBBS പഠിക്കുന്ന കാര്യങ്ങൾ നീറ്റ് PG ആയിട്ട് ഞാൻ 1 കൊല്ലം കൊണ്ട് ക്രാക്ക് ചെയ്ത് തരണം. അതിനൊരു 2 കൊല്ലം വേറെ വേണ്ടി വരും. ഇപ്പോൾ 26 വയസ്സ് കഴിഞ്ഞിട്ട് MBBS മാത്രം കഴിഞ്ഞ് വലിയ കാര്യമൊന്നുമില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ 28ാം വയസ്സിൽ PG ക്ലിയർ ചെയ്തിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു 3 വർഷം സ്റ്റൈപ്പൻഡ് ഉണ്ട് എന്നൊക്കെ പറയാം. പക്ഷെ അത് കിട്ടുന്ന കാര്യത്തിൽ വലിയ ഉറപ്പൊന്നുമില്ല എന്നുള്ള കാര്യം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഡോക്ടറായിരുന്നു, അയക്കന്നെ പറഞ്ഞു ചിലപ്പോൾ കിട്ടുള്ളൂ, ചിലപ്പോൾ കിട്ടാതിരിക്കുക, ചില മാസങ്ങളിൽ കിട്ടാതിരിക്കുക. ഓക്കെ, ഇതൊക്കെ കഴിയുമ്പോൾ ഒരു 30-35 വയസ്സാവും. ഈ 35 വയസ്സുള്ള ഒരു സ്പെഷ്യലൈസ് ചെയ്തൊരു ഡോക്ടറെ നമ്മൾ കാണിക്കാൻ പോകുന്നുണ്ടെങ്കിലും നമ്മൾ കാണിക്കാൻ പോകുന്ന ഡോക്ടർമാരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രായം ഉണ്ടാവും സ്പെഷ്യലൈസേഷനൊക്കെ കഴിഞ്ഞെന്ന് വെച്ചാൽ. കാരണം എക്സ്പീരിയൻസിന് അവിടെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുണ്ട്. നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഡോക്ടർമാരെ കാണിക്കുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ നരച്ച് തുടങ്ങുമ്പോഴേ നമുക്കൊരു വാല്യൂ ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ മനസ്സിലാക്കിയൊരു സംഭവം. ഇതൊക്കെ മനസ്സിലാക്കിയപ്പോൾ നമ്മൾ വിചാരിച്ചിട്ട് MBBS ഡോക്ടർ ഇനി വേണോ, ആ ഒരു മെൻറ്റാലിറ്റിക്ക് എത്തും. അങ്ങനെയൊക്കെ ആലോചിച്ചിരുന്ന പിന്നെ ഞാൻ വിചാരിച്ചു MBBS എന്നാ വേണ്ട, ഇത് വേണമെങ്കിൽ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നുള്ള ആ ഒരു പാട്ടിലൊക്കെ കയറ്റിയിട്ട് വേണമെങ്കിൽ ഈ ഡയലോഗ് ഇടാം. പക്ഷേ ഇത് ചാടിയിട്ടും കിട്ടാത്തൊരു മുന്തിരി എനിക്ക് എന്തായാലും ഇനി വേണ്ട. ബട്ട് എനിക്ക് എപ്പോൾ നോക്കിയാലും ഒരു ഡോക്ടർ ഒരു വൈറ്റ് കോട്ട് ഇട്ട് സ്റ്റെത്തൊക്കെ കഴുത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടന്നു വരുന്ന കാണുമ്പോൾ ഐ വിൽ ഓൾവേസ് ഹാവ് ദാറ്റ് ഗേസ് അപ്പോൺ ഹിം.
വെച്ചാൽ ആ ഡോക്ടർ പ്രൊഫഷനോട് എല്ലാ നീറ്റ് ആസ്പിറൻസിനും ആ ഡോക്ടർ പ്രൊഫഷനോട് എത്ര തന്നെ ഡോക്ടർ പരിപാടി മടുപ്പാണ്, എത്ര എന്ന് വെച്ചാൽ ലൈഫ് സെറ്റാവാൻ 40 വയസ്സ് കഴിയും, അപ്പോൾ ഭയങ്കര ടൈം എടുക്കും, അതെത്ര തന്നെ പറഞ്ഞാലും ഒരു ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് സ്റ്റെപ്പ് ഇട്ട് നടക്കുന്ന ഒരു ഡോക്ടറെ കണ്ടാൽ ഏതൊരു നീറ്റ് ആസ്പിറൻ്റ് ആണെങ്കിലും ഒരു ക്ലിനിക്കിലേക്ക് കയറുകയാണെങ്കിലും മൂപ്പരാളെ ക്യാബിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിലും ഫുൾ സെറ്റപ്പ് അങ്ങനെയൊക്കെ നമ്മൾ ഇരുന്നാണ്ട് പോകും. എന്നുവെച്ചാൽ ഡോക്ടർ പ്രൊഫഷൻ നമ്മൾ പഠിക്കുന്ന ടൈമിൽ എത്ര നമ്മളത് ഇരുന്ന് അത്രക്കും രസം എന്ന് വെച്ചാൽ കാണുമ്പോൾ നല്ല രസമാണ്. നമുക്ക് ആരായാലും ഇനി ആഗ്രഹിച്ചു പോകും ഡോക്ടർ ആയിരുന്നെങ്കിലോ എന്നുള്ളൊരു രീതിയിൽ ആലോചിച്ച് പോകും. കാരണം അത്രക്കും ആ പ്രൊഫഷനോട് നല്ല ഇഷ്ടം ഉണ്ടാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല അത്. ആൻഡ് അതിന് വേറെ തന്നെ ഒരു സെറ്റ് ഓഫ് മെൻറ്റാലിറ്റി, സ്കിൽസ് ഇതൊക്കെ വേണം. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നെക്കൊണ്ട് അതെന്തായാലും പറ്റൂല എന്നുള്ള കാര്യം. എന്നെക്കൊണ്ട് അത് പറ്റൂല, അത് ഞാൻ മനസ്സിലാക്കി. കാരണം എനിക്ക് പഠിക്കാനുള്ള ബുദ്ധി ഉണ്ട് എന്നുണ്ടെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻസിയാണ് കൂടുതൽ വേണ്ടത്. എത്രത്തോളം കൺസിസ്റ്റൻസി ഉണ്ടാവണം, എത്രത്തോളം എഫേർട്ട് ഇടണം എന്നുള്ള കാര്യത്തിൽ ഞാൻ ബാക്കിലായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് തീരെ ഇടാൻ പറ്റൂല. എന്ന് വെച്ചാൽ എന്നെക്കൊണ്ട് കാരണം മെജോറിറ്റി ഓഫ് മൈ പാർട്ട് ഞാനൊരു മടിയനാണ്. എൻ്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്ക് ഈ ബുക്കിൻ്റെ ഒപ്പം തന്നെ കെട്ടിപ്പിടിച്ച് കിടന്ന് പറഞ്ഞാൽ ആ ഒരു ഇതിലേക്ക് എനിക്ക് പറ്റൂല, എന്നെക്കൊണ്ട് പറ്റൂല. കാരണം ഞാൻ കൂടുതൽ ഇപ്പോൾ എൻ്റെ പേജ് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറിയാൻ പറ്റും, എനിക്ക് കൂടുതൽ ഈ സിനിമ ഫീൽഡ്, കഥ, നോവൽ ഇതൊക്കെയാണ് ഐ എം ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ. എന്നാലും സ്റ്റിൽ എ പാർട്ട് ഓഫ് മീ ലവ്സ് ടു ഡു സ്റ്റഫ് വിത്ത് സയൻസ്. അതുകൊണ്ട് തന്നെ ഈ സയൻസ് ഫീൽഡിൽ തന്നെ വേറെ എന്തെങ്കിലും ട്രൈ ചെയ്യാന്നുള്ളത് നോക്കാമെന്നുള്ള മെൻറ്റാലിറ്റിയിലെത്തി. അങ്ങനെ ഒരു പോയിന്റ് എത്തുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ വിളിച്ച് പറയും, എന്നെ കൊണ്ട് ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും ട്രൈ ചെയ്ത് നോക്കാം, ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം. പിന്നെ അങ്ങനെയാണ് ഈ ഒരു നീറ്റ് വർഷം അവസാനിക്കുക. അങ്ങനെ എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ കെടുക്കുന്ന ടൈമാണ് ഈ ഒരു വർഷം. എന്നെക്കൊണ്ട് പറ്റുമോ ഇല്ല എന്നുള്ളത് ചില ആൾക്കാർക്ക് നേരത്തെ മനസ്സിലായി. ഇപ്പോൾ എൻ്റെ ഒപ്പം തന്നെ പഠിച്ച ആൾക്കാർക്കുണ്ട്, മീൻസ് 1 month 2 monthൻ്റെ ഉള്ളിൽ തന്നെ മനസ്സിലാക്കുന്നു അവരെ കൊണ്ട് ഇത് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അവർ നിർത്തിയിട്ട് വേറെ പല കോഴ്സുകളും പോയിണ്ടായി. ഞാൻ പറഞ്ഞു തരുന്നത് ഈ നീറ്റ് പഠിക്കാൻ വരുന്ന എല്ലാ ആസ്പിറൻസിനോടും പറയാനുള്ളത് MBBS BDS ഇത് മാത്രമൊന്നുമല്ല പ്രൊഫഷനുള്ളത്, വേറെ പല ഫീൽഡുകളുണ്ട്. പക്ഷെ നമ്മൾ കണ്ണ് എങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് വെച്ചാൽ ആ ഒരു മെൻറ്റാലിറ്റിക്ക് മാത്രം ഇത് മാത്രം പ്രൊഫഷൻ മൊത്തം ഒരറ്റുള്ളൂ എന്ന് വെച്ചാൽ അത് അങ്ങനെ പോകുമ്പോഴാണ് അവിടെ ആ ഒരു ഫെയിലിംഗ് പോയിന്റ് തന്നെയാണ് മെജോറിറ്റി ഓഫ് ദി പീപ്പിൾ. സത്യം പറയാമല്ലോ, അതൊരു പൊട്ടത്തരം തന്നെ പറയാം. നമ്മൾ ബാക്കിയുള്ളൊരു പ്ലാൻ A B C ഒക്കെ സെറ്റാക്കി വെക്കണം. ഇപ്പോൾ ഇനി ഞാൻ എന്താ ചെയ്തതെന്നുള്ളതിൻ്റെ പാർട്ട് 3 പ്ലാൻ. ഓക്കെ, ഇതിനി പാർട്ട് 3 ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടാത്ത അതൊക്കെ ഞാൻ പാർട്ട് 2 തന്നെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പാർട്ട് 3 ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ വാട്ട് ഡിഡ് ഐ ഡു വിത്ത് മൈസെൽഫ്. പല ഓപ്ഷൻസും എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, സയൻസ് ഫീൽഡുമായിട്ട് പരമായിട്ട് എന്തെങ്കിലും ചെയ്യാനാണ് എനിക്ക് ആഗ്രഹം, അതാണ് എൻ്റെ ഒരു ടൈപ്പ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും വൈറ്റ് കോട്ട് ഇട്ട് സ്റ്റെത്തായിട്ട് ഒരു ഡോക്ടർ ആകാൻ പറ്റില്ല, എന്നാൽ മിനിമം ആ വൈറ്റ് കോട്ടിലെങ്കിലും എത്താമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും സയൻസ് പരമായിട്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് CUTക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എയിംസിൻ്റെ പാരാമെഡിക്കലിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കീമ് ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. കീമ് പിന്നെ കേരളത്തിൽ മെഡിക്കൽ കോളേജ് കിട്ടാൻ വേണ്ടി മാത്രമേ ഞാൻ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ടിരുന്നു. CUT എന്തായാലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ BSc ബയോടെക്നോളജി എന്ന് പറഞ്ഞൊരു കോഴ്സിൽ കയറാനാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഓബ്വിയസ്ലി നീറ്റ് ലെവലായിട്ട് ബയോളജി പഠിച്ച ഒരാൾക്ക് CUTൻ്റെ എക്സാം ക്രാക്ക് ചെയ്യാൻ വളരെ സിമ്പിളാവും, ഭയങ്കര ഈസിയാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇപ്പോൾ എനിക്ക് BSc ബയോടെക്നോളജി ഛത്തീസ്ഗഡിലുള്ള ഗുരു ഘസിദാസ് വിശ്വവിദ്യാലയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോളേജുണ്ട്, യൂണിവേഴ്സിറ്റി. NAACയിൽ A++ റാങ്കിങ്ങുള്ള ഒരു കോളേജാണ്. അത്യാവശ്യം നല്ല ലാബ് ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്, ഒരു മലയാളി കമ്മ്യൂണിറ്റി ഉണ്ട്. പിന്നെ പറയുമ്പോൾ ഛത്തീസ്ഗഡിലാണ്, അത് ഛത്തീസ്ഗഡിലായതുകൊണ്ട് ഐ കാൺ ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്. കാരണം ഞാൻ CUT നോക്കിയപ്പോൾ ബയോടെക്നോളജി ഏതൊക്കെ കോളേജിലുള്ളതെന്ന് നോക്കിയപ്പോൾ ഒന്ന് കുന്നിൻ്റെ മേലെ കാശ്മീരിലും, മറ്റേത് മരുഭൂമിയിൽ രാജസ്ഥാനിൽ, പിന്നെ ഛത്തീസ്ഗഡിൽ, മൊത്തത്തിലൊരു നോർത്തിലുള്ളത്. അപ്പോൾ ആ ഒരു എക്സ്പോഷർ കിട്ടുമല്ലോ. ആ എക്സ്പോഷർ എന്ന് പറയാനേ സുഖം ഉണ്ടാവുള്ളൂ, ഭയങ്കര സംഭവം എന്ന് വിചാരിച്ച്. എന്നാലും ഛത്തീസ്ഗഡ് ഛത്തീസ്ഗഡ്, അവിടെ മലയാളി കമ്മ്യൂണിറ്റികളുടെ ഏതൊരു പോയിൻ്റ് ആണെങ്കിലും കംഫർട്ട് സോണിൽ എവിടെയെങ്കിലും പുറത്ത് ചാടണമല്ലോ.
അപ്പോൾ CUT അപ്ലൈ ചെയ്തിട്ട് CUT എഴുതി 250 ബയോളജീൻ്റെ മാർക്ക് മാത്രമേ നോക്കുള്ളൂ ഇവർ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ 250 222 ഐ തിങ്ക് 222 മാർക്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ സീനിയറായിട്ട് സംസാരിച്ചു, ഉറപ്പായിട്ടും റാങ്കിൽ വരും, അഡ്മിഷൻ എടുക്കാം, ഗവൺമെൻറ്റിൽ തന്നെ പഠിക്കാം. അപ്പോൾ രീതിയിൽ ഓക്കെ പറഞ്ഞു വരുമ്പോൾ ബയോടെക്നോളജി നല്ലൊരു കോഴ്സാണ്. ഞാൻ ചോദിച്ചു കൊടുത്തോളം എല്ലാവരും ഇനി ഭാവിയിൽ എന്താവുക എന്നുള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം പിന്നെ കോഴ്സിനെ പറ്റി എങ്ങനെയാണ്, പ്രൊഫഷനെ പറ്റി എങ്ങനെയാണ് ഓക്കെ ഞാൻ അന്വേഷിച്ച് ഇറ്റ്സ് ഗുഡ്. പിന്നെ ബയോടെക്നോളജി അറിയാം എന്തൊക്കെ സംഭവം, ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്താണെന്നുള്ളത് നമ്മൾ +2 തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫൈനലൈസ് ചെയ്ത് ബയോടെക്നോളജിക്ക് തന്നെ കയറാമെന്നുള്ള രീതിയിൽ. പിന്നെ ചില ആൾക്കാരുണ്ട് നീറ്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് വേറെ കരിയർ ഓപ്ഷൻസിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കാത്ത, അവസാനം നീറ്റ് കഴിഞ്ഞിട്ട് ഇനി എന്ത്, കാരണം കിട്ടാത്തൊരു വിചാരിച്ചത്ര മാർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇനി എന്ത് എന്നുള്ളൊരു ഓപ്ഷനിൽ എത്തുമ്പോൾ റിപ്പീറ്റ് എന്തായാലും അവന് ഒന്ന് ആലോചിച്ച് പോകും. ബട്ട് അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കാതെ ഗെറ്റ് സം ഹെൽപ്പ്. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ തന്നെ എന്താ പറയുക കരിയർ ആപ്റ്റിറ്റ്യൂഡും കരിയർ ഓപ്ഷൻസിന് ലിസ്റ്റ് ചെയ്യണ കുറേ സെൻറ്റേഴ്സ് ഉണ്ട്. കരിയർ ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും, നമ്മളെ മെൻ്റൽ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് അനലൈസ് ചെയ്തിട്ട് അത് സൈക്കോളജിക്കലി അവർ നമ്മളോട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു റിപ്പോർട്ട് തരും. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ നീങ്ങിയാലും മതി. അപ്പോൾ പറയാനുള്ളത് ഡോക്ടർ എന്നുള്ളത് മാത്രമൊന്നുമല്ല പ്രൊഫഷൻ. അപ്പോൾ നമ്മൾ അറിയാത്ത കുറേ സംഭവങ്ങളുണ്ടാവും, വെൽ പേയിങ് ആവും, വെൽ സെറ്റിൽഡ് ആവാൻ ചാൻസും ഉണ്ട്. പിന്നെ ബാക്കി കേൾക്കണ പഠിച്ചവനും, പിന്നെ നമ്മൾ ഏത്യസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി ഒരിടത്ത് കാണാം. അതെനിക്ക് പറയാനുള്ളൂ. കാരണം ഒരാളതിനെ പറ്റിയിട്ട് നമുക്കൊരു ഐഡിയ ഇല്ല. ബട്ട് എനിവേസ് ചെയ്യണമല്ലോ, പോണല്ലോ, ജീവിതമല്ലേ, മുന്നോട്ട് പോകാതെ വേറെ വഴിയില്ല. അപ്പോൾ ഇത് റാപ്പപ്പ് ചെയ്യുമ്പോൾ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്, ഈ 1 ഇയർ ഞാൻ ഇപ്പോൾ പോയത് വേസ്റ്റ് ആയോ എന്നുള്ളത്. Hopping that window, I got places to go. People to see, time is precious. I look at my Cartier out of control. Just like my mind where I'm going. The women, the shorties know nothing about clothes. Popping up my Pirelli's on. Unlike my jewelry, that's always on. I know the story. In my pockets, so telling me it's gonna shower. Call up my homies and slowly popping the neck 'cause it's meant to be ours. We keep a fadeaway shot 'cause we ballin' this platinum Patron. Look, mama, out. You just like the flowers. You ain't with all the goodies. അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എനിക്ക് കുറേ ഒരു ലോഡ് എക്സ്പീരിയൻസസ് ആയി. മീൻസ് ആ ഹോസ്റ്റലത്തെ ലൈഫും പിന്നെ പഠിക്കണതിൻ്റെ പ്രഷർ എത്രത്തോളം എനിക്ക് താങ്ങാൻ പറ്റും, എത്രത്തോളമാണ് എൻ്റെ ലിമിറ്റേഷൻസ്, എൻ്റെ ക്യാരക്ടർ എന്തൊക്കെയാണ്. മീൻസ് ഒരു സ്കൂളിനെക്കാട്ടിയും കൂടുതൽ ഒരു സൊസൈറ്റിക്കൽ ആയിട്ടുള്ളൊരു മോഡൽ എന്നുള്ളത് ഒരു ഹോസ്റ്റലത്തെ ലൈഫായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയും ആൾക്കാരുടെ ഇടയിൽ ജീവിക്കണമല്ലോ നമ്മൾ. അപ്പോൾ അതിനായിട്ടുള്ളൊരു മോഡൽ എക്സാമ്പിളും പിന്നെ എങ്ങനെ നമ്മളെ ക്യാരക്ടർ ആർക്കൊക്കെ ഇഷ്ടപ്പെടും, ആർക്കൊക്കെ ഇഷ്ടപ്പെടാത്ത, നമ്മളെങ്ങനെ ബാക്കിയുള്ളവരായിട്ട് ഇൻട്രാക്ട് ചെയ്യേണ്ടത്, നമ്മളെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, നമ്മളെ ക്യാരക്ടറിൻ്റെ ബ്രേക്കിംഗ് പോയിൻ്റ് എന്തൊക്കെയാണ്, നമ്മൾക്ക് ആരൊക്കെ ഡിപ്പെൻഡ് ചെയ്യുക, ഒരാൾ റിയലാണോ ഫേക്കാണോ എങ്ങനെയൊക്കെ എന്നുള്ള കാര്യങ്ങൾ മൊത്തം. പിന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചൊരു ഫ്രണ്ട് സർക്കിളുണ്ട്. ഐ ആം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ് ഫോർ ഹാവിങ് ഓൾ ദാറ്റ്. ആൻഡ് നമുക്ക് അതൊരു ടൈപ്പ് എക്സ്പോഷർ തന്നെയായിരുന്നു. പിന്നെ ഒരിക്കലും എൻ്റെ ഈ ഒരു 1 ഇയർ വേസ്റ്റായെന്ന് ഞാൻ പറയില്ല. കാരണം വേറെ കുറേ കരിയർ ഓപ്ഷൻസ് ഞാൻ ഡിസ്കവർ ചെയ്ത്, ഞാൻ പറഞ്ഞില്ല നീറ്റ് നമ്മളെ കയ്യിൽ നിന്ന് പോയി എന്ന് അറിയുമ്പോൾ നമ്മൾ ഹോസ്റ്റലിലൊരു ചായ കുടിക്കുന്ന ടൈമിൽ ഒരു വട്ടമേശ സമ്മേളനമായിട്ട് ഇങ്ങനെ ഇരിക്കും. ആ ഒരു സമയത്ത് പോത്തും കച്ചവടം മുതൽ കൊമ്പത്തെ മറ്റേ പിസ്തൻ്റെ അണ്ടിപ്പരിപ്പിൻ്റെ ബിസിനസ് വരെ എത്തിയിരിക്കണം. പല കരിയർ ഓപ്ഷൻസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അങ്ങനെ പല പുതിയ കഥാപാത്രങ്ങളെയും നമ്മൾ കണ്ടുമുട്ടും. അപ്പോൾ ഇതൊക്കെ അതിൻ്റെ ഒരു രസകരമായിട്ടുള്ളൊരു ഭാഗമാണ്. അപ്പോൾ 1 ഇയർ എനിക്ക് വേസ്റ്റ് ആയെന്ന് വെച്ചാൽ ഒരിക്കലും വേസ്റ്റ് ആയെന്ന് ഞാൻ പറയില്ല. ഇറ്റ് ഈസ് ദ 1 ഇയർ ഐ
will never regret doing, because I truly discovered who I am. പല കാര്യങ്ങളും നടന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ എന്താ പറയുക 1 year റിപ്പീറ്റ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ പല സംഭവങ്ങളുണ്ടാവും. അപ്പോൾ റിപ്പീറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്ക്, എക്സ്പീരിയൻസ് ആവും. പിന്നെ 1 വർഷമാണ് യങ് ആയിട്ടുള്ള ഈ പ്രായത്തിൽ എന്താ പറയുക 1 year പോണോണ്ട് ഒരു കുഴപ്പമില്ല. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദാറ്റ് 1 year മേക്ക് ഇറ്റ് സംതിങ് യു ക്യാൻ ബി പ്രൗഡ് ഓഫ്. എന്നുവെച്ചാൽ ഇപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു വ്ളോഗ് എടുക്കാൻ തന്നെയുള്ളൊരു കോൺഫിഡൻസ് വരണമെന്ന് വെച്ചാൽ അത്രയും ആൾക്കാരായിട്ട് ഹോസ്റ്റലിലുള്ള അത്രയും ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്ത് കുറച്ചൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് അങ്ങനത്തെ ഒരു സംഭവം ചെറിയ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റണില്ല. ഐ കാൺട്ട് എക്സ്പ്രസ് ഇറ്റ് ഇൻ ടു വേർഡ്സ്. ബട്ട് ഇഫ് യു ആർ ഗോയിങ് ഫോർ ദാറ്റ് 1 year റിപ്പീറ്റ് പ്രോഗ്രാം, ഗോ ഫോർ ഇറ്റ്. അത്രേ പറയാനുള്ളൂ. ബാക്കി നമുക്ക് വരണോടത്ത് വെച്ച് കാണാം. അപ്പോൾ ശരി. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്.